അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അവസരം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ ത്രിത്വത്തിനും ഞാൻ നന്ദി പറയുന്നു. ഇത് എൻ്റെ ചേച്ചി ലൂസി ഷാജി, ഇതെൻ്റെ മകൾ ഏഞ്ചൽ മരിയ സാമുവൽ, എൻ്റെ പേര് സോണിയ മേരി. ഞാൻ 13ാമത്തെ ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ ജീവിക്കുന്നു. 3ാമത്തെ സാക്ഷ്യമാണ് ഞാൻ അൾത്താരയിൽ കയറി പറയുന്നത്. എനിക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. അത് വെയിൽ കൊള്ളാനോ ഉറക്കെ സംസാരിക്കുമ്പോഴോ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കാനോ പിന്നെ ഫോൺ ചെയ്യുമ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് 8 വർഷമായിട്ടുള്ള മൈഗ്രെയിൻ തലവേദനയാണ്. ഒത്തിരി മരുന്നുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും കുറവായിട്ടിരുന്നില്ല. ആദ്യമൊക്കെ എനിക്ക് ചെറിയ ആശ്വാസം തോന്നുമെങ്കിലും പിന്നീട് എനിക്ക് മരുന്നെടുത്താലും ആശ്വാസം ലഭിച്ചിരുന്നില്ല. പിന്നെ തോർത്ത് തലയിൽ കെട്ടി മുറുക്കി വരിഞ്ഞൊക്കെയാണ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. എന്നാൽ അന്നേരം ഞാൻ തൈലവും ഉപ്പും ഒക്കെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി 9 കുരിശൊക്കെ ഇട്ട് ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കിതൊന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞിട്ട്. എനിക്കങ്ങും പോകാനൊന്നും പറ്റത്തില്ലായിരുന്നു. അന്നേരം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കൂടുമ്പോഴത്തേക്ക് അച്ഛനിങ്ങനെ മൈഗ്രെയിൻ തലവേദന ഉള്ളവരെ കുറിച്ച് പറയുമ്പം ഞാൻ തലയിൽ എൻ്റെ കാശുരൂപം വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം, എനിക്ക് ഇത് മാറിക്കിട്ടണമെന്നൊന്നും ഇല്ല, പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റിയാൽ മതിയായിരുന്നെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് ജപമാല ചൊല്ലുമ്പോഴത്തേക്ക് ഞാൻ ഫുൾ ടൈം ജപമാല ചൊല്ലുമ്പോഴത്തേക്ക് ദുഃഖത്തിൻ്റെ രഹസ്യം 3ാമത്തേതിൽ ഈശോയുടെ തലയിൽ മുൾമുടി ധരിച്ച ആ വേദനയോട് എൻ്റെ തലയെ ഞാൻ ചേർത്ത് വയ്ക്കും. എനിക്ക് മാറ്റിത്തരണ്ട, പക്ഷേ ഒന്ന് സഹിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് തലവേദന പോയതൊന്നും ഞാൻ അറിഞ്ഞതേയില്ല. ഒരു സാക്ഷ്യം ഒരു കൊച്ച് പറയുന്നത് ഞാൻ കേട്ടപ്പോൾ എൻ്റെ അതേ അവസ്ഥ ആ കൊച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ എനിക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ, ഇപ്പം എനിക്കിതൊന്നും ഇല്ലല്ലോ എന്ന്. അങ്ങനെ എനിക്ക് എൻ്റെ മൈഗ്രെയിൻ തലവേദന മാറിക്കിട്ടി. ഇപ്പം എനിക്ക് വെയിലത്ത് പോയാൽ കുഴപ്പമില്ല, സൗണ്ട് കേട്ടാലും കുഴപ്പമില്ല. ദൈവമാതാവിനും പരിശുദ്ധ ത്രിത്വത്തിനും നന്ദി പറയുന്നു. പിന്നെ 2ാമത്തെ എൻ്റെ സാക്ഷ്യം ചേച്ചിയെക്കുറിച്ചാണ്. ചേച്ചി വയറ് വീർത്ത് വരുന്നത് കാരണം 1.5 വർഷത്തോളമായിട്ട് വയറ് വീർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമാണെന്നും വെച്ചുകൊണ്ടിരുന്നു. അത് കൂടിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും സ്കാൻ ചെയ്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഡോക്ടറെ കാണാൻ പോകുമ്പം പ്രാർത്ഥിക്കണമെന്ന്. പക്ഷേ എനിക്ക് സ്കാൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ചേച്ചി പുറത്തായതുകൊണ്ട് എനിക്ക് തൈലം തേച്ചൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നില്ല. പിന്നീട് ഇവിടെ നമ്മുടെ കടപ്പുറ ആശുപത്രി ആലപ്പുഴയിൽ ഗൈനക്കിനെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ സ്കാൻ ചെയ്ത റിസൾട്ട് കണ്ടിട്ട് ഇതിൽ ഗർഭപാത്രത്തിനകത്ത് ഒരു തടിപ്പുണ്ട്, അതിൻ്റെ അളവ് എത്ര സെൻറ്റിമീറ്ററാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് PV ചെയ്യണമെന്ന് പറഞ്ഞു. PV ചെയ്ത് നോക്കിയിട്ട് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതിനുള്ള സംവിധാനം നമുക്കിവിടെ ഇല്ല, അതുകൊണ്ട് വണ്ടാനത്തേക്ക് പൊക്കോളൂ, അവിടെയാണ് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത്, ട്രീറ്റ്മെൻറ്റും അവിടെ തുടർന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ട് തിരിച്ച് വീട്ടിൽ വരാതെ വണ്ടാനത്തേക്കും പോകാതെ ബിലിവേഴ്സിലേക്കാണ് പോയത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ വണ്ടാനത്ത് പോകാൻ എനിക്ക് പേടിയാണ്, അത് കാരണം ഞങ്ങൾ ബിലിവേഴ്സിലേക്ക് പോകുവാന്ന്. അവിടെ ചെന്ന് തിരക്കിയപ്പോഴത്തേക്ക് ഗൈനക്കിൻ്റെ ഡോക്ടർ ഒരാഴ്ചത്തേക്ക് അവധിയാണ്, അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ഒത്തിരി വേദനയോടെ സംസാരിച്ച് കരഞ്ഞു പറഞ്ഞു എനിക്ക് ഭയമാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പം ചേച്ചി പറയുന്നത് കേട്ടോണ്ടിരിക്കുമ്പം എൻ്റെ അടുത്ത് മാതാവ് പറയുന്നു പേടിക്കാനൊന്നുമില്ല, ഇത് സാക്ഷ്യം പറയാമോ എന്ന് ചോദിക്കാൻ. ഞാൻ പറഞ്ഞു സാക്ഷ്യം പറയാമോ എന്ന് മാതാവ് ചോദിക്കുന്നുണ്ട്.
ചേച്ചി സാക്ഷ്യം പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് പറയുന്നു, ഇത് ചേച്ചിയുടെ വിശ്വാസത്തെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. ചേച്ചിയിലൂടെ ചേച്ചിയുടെ മകളെയും ഭർത്താവിനെയും വിശ്വാസത്തിലേക്ക്, ആ ഒരു ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഭയപ്പെടേണ്ടതില്ല എന്ന്. അപ്പോൾ എനിക്ക് വിശ്വാസമായി, പേടിക്കേണ്ടതില്ല. ഞാൻ ചേച്ചിനോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ചേച്ചീനെ വിശ്വാസത്തിലേക്ക് നയിക്കാനാണ്, സാക്ഷ്യം പറഞ്ഞാൽ മതി. അപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി സ്കാൻ ചെയ്യുമ്പോൾ ഈ തടിപ്പ് അവിടെ കാണത്തില്ല എന്ന് പറയാൻ. ഞാൻ സംശയമൊന്നും കൂടാതെ ഞാൻ ചേച്ചീനോട് പറഞ്ഞ്, ഇനി ചേച്ചി സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ തടിപ്പ് അവിടെ കാണത്തില്ല എന്ന്. അങ്ങനെ അങ്ങനെ എൻ്റെ അടുത്ത് ഞാനപ്പം ചേച്ചിനോട് പറഞ്ഞ്, ചേച്ചി ഉടമ്പടി എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ഞങ്ങളൊക്കെ ഉടമ്പടി എടുത്ത് എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ദൈവസ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, എന്നുവെച്ചാൽ നമ്മുടെ കാര്യം സാധിക്കാനല്ല, ദൈവസ്നേഹം കിട്ടാൻ വേണ്ടി മാത്രം ചേച്ചി ഉടമ്പടി എടുത്ത മനുഷ്യർ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ജീവിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി അതുപോലെ തന്നെ നമ്മൾ ഉടമ്പടിയിൽ എന്തൊക്കെയാണോ ദൈവസ്നേഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചേച്ചി പ്രാർത്ഥനയും ഉപവാസം, സാക്ഷ്യം കേൾക്കൽ, ധ്യാനം കൂടൽ, കാരുണ്യ പ്രവർത്തികൾ, അങ്ങനെ എല്ലാം ചെയ്ത് ആ ഒരാഴ്ച ചേച്ചി ജീവിച്ചു. ആ ഇടയ്ക്ക് ചേച്ചി ആ രോഗാവസ്ഥ തന്നെ മറന്നുപോയി. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു. ഡോക്ടർ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ പഴയ റിപ്പോർട്ടും കണ്ടിട്ട് പറഞ്ഞു, ഇത് കീ ഹോളിലൂടെ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ, ഇത് അവിടെ സ്കാൻ ചെയ്തതല്ലേ, എനിക്ക് ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെ ഡോക്ടർ ഒന്നുകൂടെ സ്കാൻ ചെയ്തിട്ട് ആ സ്ക്രീന് കാണിച്ചിട്ട് ഇവരെ കാണിച്ചിട്ട് പറഞ്ഞു, പഴയ റിപ്പോർട്ടും ആ സ്ക്രീനും കൂടെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതൊരു മിറാക്കിളാണ്, ആ തടിപ്പ് ഇവിടെ കാണുവാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവമാതാവിനും ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നതിന് ചേച്ചി അത് കഴിഞ്ഞ് ആ ഉടമ്പടി ജീവിതം ചേച്ചി ഉടമ്പടി എടുക്കാതെയാണ് തുടർന്നുകൊണ്ടിരുന്നത്. അത് ഈ റിസൾട്ട് അറിഞ്ഞതിൽ പിന്നെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇപ്പോൾ ഉടമ്പടി ജീവിക്കുന്നു. ചേച്ചിയുടെ വിശ്വാസം വർദ്ധിച്ചു, ചേച്ചിയുടെ ഭർത്താവിൻ്റെ വിശ്വാസം വർദ്ധിച്ചു. അവരെ ദൈവമാതാവും പരിശുദ്ധ ത്രിത്വവും അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പത്രം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉടമ്പടി തൈലും ഉപ്പും ചേർത്ത് പ്രാർത്ഥിച്ച് അതിലൊക്കെ തേച്ച്, ഇത് ആര് വായിക്കുന്നോ, ആര് കണ്ണുകൊണ്ട് ഇത് കാണുന്നുവോ അവരുടെ കണ്ണിനെയും ഇതിനെക്കുറിച്ച് ഇത് വായിക്കുന്ന അവരുടെ കണ്ണിനെയും സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കുരിശിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് വചനങ്ങൾ എഴുതും. അതിൻ്റെ അകത്ത് വചനം എഴുതി അതിൻ്റെ പുറകിൽ ഇത് വായിക്കുന്നവരെയും എന്നെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് എഴുതി വയ്ക്കും. എന്നിട്ടാണ് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത്. ഞാൻ മഴയാണേലും വെയിലാണേലും നോക്കാറില്ല. എല്ലായിടത്തും പോയി പത്രപ്രവർത്തനം നടത്താറുണ്ട്. എനിക്ക് ഒരു അതിയായ ഒരു വേദന മാനസികമായി വേദനിക്കുന്ന സമയത്ത് എൻ്റെ മകളും ഒത്തിരി വേദനിച്ചിരുന്നു. ആ സമയത്ത് എനിക്ക് മകളോട് പറയാനായിട്ട് മോക്ക് മാതാവുണ്ടെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ സന്ധ്യ പ്രാർത്ഥനയുടെ സമയത്ത് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ തിരിയിൽ ഒരു സൈഡിലായിട്ട് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. അത് കണ്ടപ്പോൾ എൻ്റെ മകൾക്ക് സന്തോഷമായി, എനിക്ക് സന്തോഷമായി. ആ ഫോട്ടോ കാണിച്ചിട്ടാണ് ഞാനിപ്പം പത്രം കൊടുക്കുന്നത്. പത്രം കൊടുക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകും ആ ഫോട്ടോയും കൂടെ കാണുമ്പോഴത്തേക്ക്. അതിന് മാതാവിന് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ രോഗിയായിട്ടുള്ള എല്ലാവരെയും ആശുപത്രിയിലാണെങ്കിലും വീടുകളിലാണ് ഞാൻ കൂടുതലും പോയി കാണാറുള്ളത്. വീട്ടിൽ തീരെ വയ്യാണ്ട് കിടക്കുന്ന എല്ലാവരെയും പോയി കണ്ട് എൻ്റെ കയ്യിൽ തൈലവും ഉപ്പും തേനുമൊക്കെ ആയിട്ട് പത്രമൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. അത് അവരിൽ തേച്ച് മനസ്താപ്രകരണം, വിശ്വാസ പ്രമാണം, സ്വർഗസ്നായ നന്മ നിറഞ്ഞ മറിയുമൊക്കെ ചൊല്ലി
കുരിശിട്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് അവരെ ശക്തിപ്പെടുത്തി. അച്ഛൻ്റെ ടോക്കിൽ എനിക്ക് ഓർമ്മയുള്ളതെല്ലാം ഞാൻ അന്നേരം എനിക്ക് ഓർമ്മ വരുന്നതെല്ലാം പറഞ്ഞ് അവരെ ശക്തിപ്പെടുത്താറുണ്ട്. അവർക്ക് ഒത്തിരി ആശ്വാസം നൽകുന്നു എന്ന് അവർ തന്നെ എന്നോട് പറയാറുണ്ട്. അവർക്കൊക്കെ ആശ്വാസം ലഭിച്ചിട്ടുണ്ട്, ശാരീരികമായിട്ടും മാനസികമായിട്ടും. അവിടെ അവരെ നോക്കുന്നവരെയാണെങ്കിൽ പോലും മാതാവിൻ്റെ കാശുരൂപമൊക്കെ കൊടുത്ത് അച്ഛൻ്റെ ടോക്ക് അത് ഞാൻ കാണാൻ പറഞ്ഞിട്ട് അത് കണ്ട് അവർക്ക് ആവശ്യമുള്ളത് ആ സമയം കിട്ടി, മനസ്സിന് സമാധാനം ഉണ്ടെന്ന് പറഞ്ഞ് ഒത്തിരി പേരുണ്ട് എൻ്റെ അടുത്ത്. ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തിരഞ്ഞു പിടിച്ച ഞാൻ ആരെയും ഇങ്ങോട്ട് വരാൻ നോക്കി നിൽക്കാറില്ല. ഞാൻ എൻ്റെ ഈശോനോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ അങ്ങോട്ട് ചെന്നാണ് രോഗികളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. എനിക്ക് ഇത്തിരി അറിവ് കിട്ടിയാൽ മതി എവിടെയെങ്കിലും ഉണ്ടെന്ന്, ഞാൻ ഓടി അങ്ങോട്ട് പോകും. എൻ്റെ ആവശ്യം അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അവരെ പരിശുദ്ധ ദൈവമാതാവിലേക്കും പരിശുദ്ധ ത്രിത്വത്തിലേക്കും അടുപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും പരിശുദ്ധ ത്രിത്വത്തിനും ഞാൻ നന്ദി പറയുന്നു. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 39-ാം തിരുവചനം. ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോണിയ മേരിയുടെ വളരെ ശക്തമായ ശ്രേഷ്ഠമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ്. സോണിയ മേരി സിൽവർ ഗ്രേ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന വലിയ സന്തോഷത്തിലും കൂടിയാണ്. സോണിയ മേരിയുടെ ഈ സാക്ഷ്യത്തിനെ ഉദാത്തമായി നിൽക്കുന്നത് വലിയ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഒരു സാക്ഷ്യപ്പെടുത്തലും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ഒരുപാട് ആത്മാക്കളെ നേടിയെടുക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷവുമാണ് ഈ മകൾക്കിവിടെ അധികം ഏറ്റുപറയാനുള്ളത്. അതോടൊപ്പം തന്നെ അവർക്ക് ലഭിച്ചിട്ടുള്ള അവർക്കും സോണിയ മേരിക്കും ചേച്ചിക്കും ലഭിച്ച സൗഖ്യത്തെക്കുറിച്ചുമാണ് മകൾ പറയുന്നത്. 8 വർഷത്തോളമായി നിരന്തരമായി ഉണ്ടായിരുന്ന മൈഗ്രെയിൻ, ശബ്ദവും അല്ലെങ്കിൽ ഉച്ചവെയിലോ വെയിൽ കൊണ്ടാലോ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്ന തലവേദന ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് 1 മാസത്തിനുള്ളിൽ പരിശുദ്ധ അമ്മ സൗഖ്യപ്പെടുത്തിയതായി സാക്ഷ്യപ്പെടുത്തുകയാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ വലിയ ജീവിതഭാരം സൗഖ്യപ്പെടുത്തിയതിന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ചേച്ചിയുടെ വലിയൊരു അസ്വസ്ഥതയായിരുന്നു 1.5 വർഷമായിട്ട് വയറ് വീർത്തു വരുന്ന ഒരു അസുഖം. അതിൽ നിന്ന് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമാണ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതായി വരികയാണ്. അവിടെയാണ് യഥാർത്ഥമായ പരിശുദ്ധ സ്നേഹം എവിടെയാണ്, യഥാർത്ഥ വൈദ്യൻ എവിടെയാണെന്ന് സോണിയ മേരി പറഞ്ഞു കൊടുത്ത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരികയും നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗത്തിലൂടെ അവർക്ക് പെട്ടെന്ന് സൗഖ്യമുണ്ടാവുകയും ചെയ്തതായി ഇവിടെ ഏറ്റുപറയുന്നു. അതോടെ സക്കേവൂസിൻ്റെ കുടുംബത്തെ പോലെ സക്കേവൂസിനോട് ഈശോ പറഞ്ഞത്, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ചേച്ചിക്കൊരു സൗഖ്യമുണ്ടായപ്പോൾ അവരുടെ കുടുംബം മുഴുവൻ അധികമായ വിശ്വാസത്തിലേക്ക് കടന്നുവന്നു എന്ന് സോണിയ മേരി ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ ദൈവസ്നേഹത്തിനു വേണ്ടിയാണ് ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ചെയ്യുന്നത്. ഇവിടെയെല്ലാം ഞാൻ ആരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്, ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ഈശോയെക്കുറിച്ച് സംസാരിക്കണം. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കൽ മാത്രമാണ് ഇന്ന് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ സാധ്യതയും. അതിലൂടെ നമ്മുടെ ജീവിത ദുരന്തങ്ങൾക്കെല്ലാം ഉടൻ പരിഹാരമുണ്ടാകുമെന്നെല്ലാം സോണിയയ്ക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നത് ഒരു സിൽവർ ഗ്രേ ഉടമ്പടിയിലേക്ക് എത്തിയതിൻ്റെ ഒരു വലിയ അവസ്ഥ കൂടി ഉള്ളതുകൊണ്ടാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ അസ്വസ്ഥതകളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് നൽകാം. നമ്മുടെ ജീവിതത്തിലും മഴവില്ല് വിരിയും, നമ്മുടെ ജീവിതത്തിലും മുല്ലപ്പൂ മണക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും ഈശോയുടെ സ്പർശവും ഉണ്ടാകും. സോണിയ മേരിക്കും കുടുംബത്തിനും ചേച്ചിക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടിയോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.